അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ കാണിക്കുന്നത് മലബാർ ഏരിയകളിലെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ഈവനിങ് സ്നാക്ക് അല്ലെങ്കിൽ ഇഫ്താർ ഡിഷൊക്കെ ആയിട്ടുള്ള കായ്പോളയാണ് പഴം കേക്ക്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാം നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കാഷ്യൂവും റൈസിൻസും ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വറുത്ത് മാറ്റാം. ഇനി പാനിലേക്ക് തന്നെ പഴം ചേർത്ത് കൊടുക്കണം. ഇത് 4 കീറി ചെറുതായിട്ട് കട്ട് ചെയ്ത പഴമാണ്. അപ്പോൾ നമുക്കിത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയെടുക്കാം. അധികം പഴുത്ത പഴമാണെങ്കിൽ നന്നായിട്ട് അലിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് വാട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്യാം. ഒരു വിസ്ക് എടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ബീറ്റർ ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് കൈകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുട്ട ഇവിടെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വാട്ടി വെച്ച പഴം ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഒരു സോസ് പാനിലാണ്. അപ്പോൾ ഇത് ചൂടാക്കിയതിന് ശേഷം ഇതിൽ ഒരു 3/4 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി സോസ് പാൻ്റെ അടിയിലായിട്ട് വേറൊരു പാൻ വെച്ച് കൊടുക്കാം. അതിൻ്റെ മേലെ നമ്മുടെ സോസ് പാൻ വെക്കാം. ഇനി ഈ ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തുറന്നിട്ട് കാഷ്യൂനട്ട് റൈസിൻസ് ഇതിൻ്റെ മേലെ ഇട്ടുകൊടുക്കാം. ഇത് വീണ്ടും അടച്ചു വെക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ നല്ലോണം പൊന്തി വന്നിട്ടുണ്ട് ഈ കേക്ക്. മെല്ലെ മെല്ലെ താന്നു പോകുന്നുണ്ട്. തുറന്നപ്പോൾ കണ്ടാൽ തന്നെ അറിയാം നല്ലോണം വെന്താണ്. എന്നാലും നമുക്കിതൊന്ന് കുത്തി നോക്കാം. അപ്പോൾ റെഡിയാണ്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇതിൽ നിന്ന് മാറ്റാം. ഇത് കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്ക് തന്നെയാണ്. ഗസ്റ്റൊക്കെ വന്നാലും പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വരുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. എന്നാലേ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പ്രീവിയസ് വീഡിയോസൊക്കെ കാണണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു